നിങ്ങൾ എന്തുകൊണ്ടാണ് ലഹരിയോട് ഇത്രയും നിങ്ങൾ സംവിധാനങ്ങളുണ്ടെങ്കിൽ ലഹരിക്കെതിരായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ലഹരിക്കെതിരായി നിൽക്കുന്ന പണ്ട് കാലങ്ങളിൽ ഇപ്പോഴൊക്കെയല്ലേ നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ വന്നേക്കണം. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടം നമുക്ക് കേസ് വരുമ്പോൾ നമുക്ക് ഒളിവിൽ പോയി നിൽക്കുന്ന സ്ഥലമൊന്നുമില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യണേ, ഒരു പായും തലോണയും എടുത്തിട്ട് അപ്പുറത്ത് ഈ ഒരു കിലോമീറ്ററുള്ള 1/2 കിലോമീറ്ററുള്ള വീടുകളിലെ മേളിൽ പോയി കിടക്കും, അല്ലെങ്കിൽ സൺസൈഡില ചായപ്പില പോയി കിടക്കും. അപ്പോൾ ശബ്ദം കേട്ടാലും എന്ത് കേട്ടാലും അവർ പറയും ആരാന്ന് നോക്കുമ്പോൾ ഞാനാണ്. ഓ അവൻ കുഴപ്പമില്ല, അവന് ദുശീലങ്ങളൊന്നുമില്ല. പണ്ട് കാലത്ത് അങ്ങനെയാണ്. ഞാൻ പറയുന്നത് 99, 2000 കാലഘട്ടം പറയണം. അന്നൊക്കെ ശരിക്കും പറഞ്ഞ് ഇങ്ങനെ ബീഡി വലിക്കോ വെള്ളം കുടിക്കോ അവരെ വീട്ടിൽ കയറ്റാം, അങ്ങനത്തെ ഒരു ഞങ്ങളുടെ പഞ്ചായത്ത് നാട്ടിൻപുറമായിരുന്നു. അപ്പൊ മരട് മരട് തന്നെ. ആ ഇപ്പോഴല്ലേ അത് സിറ്റി ആയി. ഇപ്പൊ മുനിസിപ്പാലിറ്റി ആയി. അന്ന് പഞ്ചായത്തായിരുന്നു. അപ്പോൾ ഇവിടെ പോയി കിടക്കുമ്പോൾ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. അതായത് അവനാണെങ്കിൽ കുഴപ്പമില്ല, ചിലപ്പോൾ ടെറസിന്റെ മുകളിൽ കിടക്കുമ്പോൾ ശബ്ദം കേട്ടിട്ട് വരും രാത്രി. എന്താ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാനാന്ന് പറയും, അതൊക്കെ കിടന്നു. അപ്പോൾ മറ്റുള്ളവർ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കാൻ എൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കണൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അവനെ ഞങ്ങൾ സഹിക്കണത് വേറൊന്നും കൊണ്ടല്ല, അവന് ഈ വക ദുശീലങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വസിച്ചാൽ വീട്ടിൽ കയറ്റാം, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ കേട്ടിട്ട് അത് നമുക്കൊരു ഉത്തരവാദിത്വം പോലെയായി നമ്മുടെ തലയിലേക്ക്. ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വീട്ടുകാരാണെങ്കിൽ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കണേന്ന്. അപ്പോൾ അവരും പറയും, ഓ ഇങ്ങനൊരു ഗുണമെങ്കിലും ഉണ്ടെന്ന് പറയുമ്പോൾ അവരെ സന്തോഷിപ്പിക്കാനാണ് നമ്മൾ ഫസ്റ്റ് നിൽക്കുന്നത്.